സോ വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിക്ഷണറി ഇനീഷ്യലൈസേഷൻ പഠിച്ചു. നമ്മളൊരു ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി തന്നെ ഉണ്ടാക്കി. ഇതിൽ മൂന്ന് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു റിവിഷന് വേണ്ടിയിട്ട്. ഇതൊക്കെ കീകളാണ്. 1 എന്ന് പറയുന്ന കീ ആണ്, അതിൻ്റെ വാല്യൂ ആണ് എന്താ 1. അപ്പോൾ നമ്മൾ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കീ വാല്യൂ പെയറുകളാണ്. അപ്പോൾ ഈ ഡിക്ഷണറിയിൽ എത്ര കീ വാല്യൂ പെയറുണ്ട്? 3 എണ്ണം ഉണ്ട്. 3 കീ വാല്യൂ പെയറുകളുണ്ട്. അപ്പോൾ ഓരോ കീ വാല്യൂ പെയറിനെ നമുക്ക് വേണമെങ്കിൽ ഐറ്റം എന്നും വിളിക്കാം. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡിക്ഷണറി ഗ്രോ ചെയ്യും, അതിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് ഞാൻ ഒന്നുകൂടെ വലിയ അക്ഷരത്തിൽ എഴുതട്ടെ. ഇൻ, പിന്നെ എന്താണ്, നോട്ട് ഇൻ. ഇത് രണ്ടും കീ വേർഡ്സാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഡിക്ഷണറിയിൽ നമ്മളത് സ്ട്രിങ്ങിൽ ഉപയോഗിച്ചു, ഡിക്ഷണറിയിലും എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് അറിയണം. അപ്പോൾ അതാണ് ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് ഇന്നത്തെ പരമപ്രധാനമായ ലക്ഷ്യം നമുക്ക് എന്താണ്, നമുക്ക് ഒരു ഇതുണ്ടാക്കുക എന്നുള്ളതാണ്, ഒരു ഗ്രോയിങ് ഡിക്ഷണറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നും നോട്ട് ഇന്നും ഒന്ന് നോക്കാം. ഇപ്പം ഇവിടെ നമുക്കറിയാം പ്രിൻ്റ് ഇംഗ്ലീഷ് ടു മലയാളം 1 എന്ന് കൊടുത്താൽ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യുമെന്ന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചിരുന്നു. എന്ത് വരും? 1 എന്ന് വരും. അപ്പോൾ 1 എന്നുള്ള കീയും 1 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്നുള്ള ഉപയോഗിക്കുന്നത് ആണ് നമ്മളിന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. എന്നുള്ള ഉപയോഗിക്കുന്നത് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോയിങ് ഡിക്ഷണറിയിലൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് 1 ഇൻ ഇംഗ്ലീഷ് ടു. ഇതെന്ത് വരും? ഞാൻ ഒന്ന് പോസ് ചെയ്യാം. ഇത് ട്രൂ വരും. ഇനി 1ന് പകരം 2 ആണെങ്കിലോ? അതും ട്രൂ വരും. 2ന് പകരം 5 ആണെങ്കിലോ? നമ്മൾ ഡിക്ഷണറിയിൽ 5 ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് വരും? ഫോൾസ് വരും. ഇനി വേറൊരു പ്രിൻ്റ് കൂടെ കൊടുക്കാം. പ്രിൻ്റ് 2. രണ്ടുണ്ടോ? 2 നമ്മൾ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറിയിലുണ്ട്, പക്ഷെ അത് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഈ കീ നോക്കുന്നത്, ഇൻ നോക്കുന്നത് കീയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ അതൊരു കമൻ്റായിട്ട് എഴുതാം. ഇൻ ലുക്സ് ഫോർ ദ പ്രസൻസ് ഇൻ ദി കീ. അതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്ത സംഭവം ലുക്സ് ദ പ്രസൻസ് ഓഫ് ദ ഗിവൺ സ്ട്രിങ്, the given string in the keys. ഏതെങ്കിലും ഒരു കീ ആണോ എന്ന് മാത്രമാണ് നോക്കുന്നത്, അല്ലാണ്ട് വാല്യൂ അല്ല നോക്കുന്നത്. അപ്പം ഇൻ പോലെ തന്നെ ഉള്ളൊരു വേറെ സംഭവമാണ് നോട്ട് ഇൻ. ഇന്നും നോട്ട് ഇൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഫൈവ് നോട്ട് ഇൻ ഇംഗ്ലീഷ് ടു മലയാളം. 5 ഇല്ലല്ലോ, അതുകൊണ്ട് ഒന്നാമത്തെ എൻ്റെ ഉത്തരം ട്രൂ ആയിരിക്കും. ട്രൂ ആണ്. രണ്ടാമത്തെ ഫോൾസ് ആണ്, ഇന്നായതുകൊണ്ട് ഇവിടെ നോട്ട് കൊടുത്താൽ അതെന്ത് വരും? അതും ട്രൂ ആവും. 2 നോട്ട് ഇൻ ഇംഗ്ലീഷ് ടു മലയാളം, അതുകൊണ്ട് അതും ട്രൂ ആവും. ഇനി ഇന്നത്തെ ലക്ഷ്യത്തിലേക്ക് പോവാം. നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഫ്രീക്വൻസി കൗണ്ടർ വേണം. നമ്മൾ ഇന്നത്തെ ഒരു അജണ്ട ഒരു ഫ്രീക്വൻസി കൗണ്ടർ ഉണ്ടാക്കണം. ക്രിയേറ്റ് എ ഫ്രീക്വൻസി കൗണ്ടർ. ഇത് പലയിടത്തും ആവശ്യമായിട്ട് വരും നമുക്ക് പൈത്തണിൽ.
പൈത്തണിൽ മെഷീൻ ലേണിങ്ങിലൊക്കെ ഇത് വരും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പോലെ ഇവിടെ എഴുതാം. സപ്പോസ് യു ആർ ഗിവൺ എ സ്ട്രിങ് and you want to count how many times each vowel appears. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഉദാഹരണത്തിന് ഇപ്പം എന്താണ്, നമുക്കൊരു സ്ട്രിങ് തന്നിട്ടുണ്ട്. സ്ട്രിങ് എന്താണ്? ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം വവൽസ് വന്നിട്ടുണ്ട്. എ എത്ര പ്രാവശ്യമുണ്ട്? എ 0 പ്രാവശ്യമാണുള്ളത്. പിന്നെ ഇ എത്ര പ്രാവശ്യമുണ്ട്? ഇയും 0 ആണ്. പിന്നെ എന്താണ്? എ ഇ ഐ എത്ര പ്രാവശ്യമുണ്ട്? മോർണിംഗ് അല്ലേ, 1 ഉണ്ട്. എ ഇ ഐ ഒ എത്ര പ്രാവശ്യമുണ്ട്? ഒ 1 2 3 പ്രാവശ്യം ഓ ഉണ്ട്. പിന്നെ എന്താണ്? എ ഇ ഐ ഒ യു എത്ര പ്രാവശ്യമുണ്ട്? 0 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടണം? അതാണ് നമ്മളെ ലക്ഷ്യം. ഇൻപുട്ട് ഇത് കൊടുത്തു, നമുക്ക് എന്ത് വേണം? ഔട്ട്പുട്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. യു ആർ ഗിവൺ എ സ്ട്രിങ്. ഇവിടെ സ്ട്രിങ് എന്താണ്? ഗുഡ് മോർണിംഗ്. എന്നിട്ട് നമുക്ക് എന്താ ആവശ്യം? എന്താണ്? എത്ര എ ഉണ്ട്, എത്ര ഇ ഉണ്ട്, എത്ര ഐ ഉണ്ട്, എത്ര ഒ ഉണ്ട്, എത്ര യു ഉണ്ടെന്ന് വരണം. അപ്പോൾ ഇപ്പോൾ ഇത് ലളിതമാക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് 0 എന്ന് എഴുതി വരാം. അങ്ങനെയുള്ള ഒരു കോഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ വളരെ ലളിതമായിട്ടുള്ള കോഡുകളാണ് ഇതുവരെയൊക്കെ നോക്കിയത്. കുറച്ചുകൂടെ ഒരു ഇതായിട്ടാണ്. അതിൻ്റെ അൽഗോരിതം പോലെ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യലൈസ് എ ഡിക്ഷണറി വിത്ത് 5 rows. അപ്പോൾ എ എന്ന് പറഞ്ഞ റോ, ഇ എന്ന് പറഞ്ഞ റോ, ഒ എന്ന് പറഞ്ഞ റോ, ഐ എന്ന് പറഞ്ഞ റോ, എ ഇ എന്ന് പറഞ്ഞ റോ, ഐ എന്ന് പറഞ്ഞ റോ, ഒ എന്ന് പറഞ്ഞ റോ, യു എന്ന് പറഞ്ഞ റോ. ഇങ്ങനെ ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രിങ് ഉണ്ടല്ലോ, സ്ട്രിങ് തന്നിട്ടുണ്ടല്ലോ, ഗിവൺ സ്ട്രിങ് അല്ലേ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാൻ? ട്രാവേഴ്സ് ത്രൂ the given string, take 1 ch at a time എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോർ ലൂപ്പില്ലേ, ഫോർ CH ഇൻ str1 എന്നാണ് ഗിവൻ സ്ട്രിങ് ഇരിക്കട്ടെ. ഇത് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ക്യാരക്ടറും എടുക്കും. ഓരോ ക്യാരക്ടർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ക്യാരക്ടർ എടുത്തിട്ട് നമ്മളൊരു ക്യാരക്ടർ, ആദ്യത്തെ ക്യാരക്ടർ എടുത്തു. എന്നിട്ട് ഇഫ് CH ഇൻ വവൽസ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു സ്ട്രിങ് ഉണ്ടാക്കി വയ്ക്കും. ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇൻക്രിമെൻറ്റ് ദ കറസ്പോണ്ടിങ് കൗണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അൽഗോരിതം. നമുക്ക് കോഡ് എഴുതാം. കോഡ് എഴുതിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഗിവൺ സ്ട്രിങ് str1, ഇനീഷ്യലൈസ് ദ ഗിവ് str1 എന്താണ്? ഗുഡ് മോർണിംഗ്. പിന്നെ എന്ത് വേണം? വവൽസ് നമ്മളൊരു സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്തു. പിന്നെ എന്ത് വേണം? നമുക്കൊരു ഡിക്ഷണറി ഇനീഷ്യലൈസ് ചെയ്യണം. വൗ കൗണ്ടർ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് നമ്മൾ വൗ കൗണ്ടർ ഇനീഷ്യലൈസ് ചെയ്യണം. ഫോർ CH ഇൻ വൗ കൗണ്ടർ ഫോർ C.
ഫോർ CH in str1 നമ്മൾ എന്ത് ചെയ്യണം? അല്ല, ഫോർ CH in vowels, ഫോർ CH in vowels ഞാൻ എന്ത് ചെയ്യും? വൗ കൗണ്ടർ എല്ലാം 0 ആക്കും. പ്രിൻറ്റ് വൗ കൗണ്ടർ. നമുക്ക് ഇത്രയും കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ആദ്യം നമ്മൾ സ്ട്രിങ് str1 ഉണ്ട്, പിന്നെ വവൽസ് ഉണ്ട്, വൗ കൗണ്ടർ. ഇതൊരു ഡിക്ഷണറിയാണ്. ഇവിടെ ഈ കാര്യം മാത്രമായിട്ടൊന്ന് പറയട്ടെ. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ വവൽസ് AEIOU, വൗ കൗണ്ടർ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു empty ഡിക്ഷണറിയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം CH in vowels എന്ന് പറയുമ്പോൾ എന്ത് വരും? ആദ്യം A വരും, പിന്നെ E വരും, പിന്നെ I വരും, പിന്നെ O വരും, പിന്നെ വരും. ഇതൊക്കെ എന്താക്കി? 0 ആക്കി. ഇനി ബാക്കിയുള്ള കോഡ് ഇവിടെ എഴുതാം. ബാക്കിയുള്ള നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ str1 ഉണ്ടല്ലോ, ഗിവൺ സ്ട്രിങ്ങിലൂടെ ട്രാവേഴ്സ് ചെയ്യണം. ഫോർ CH in str1. ഇതെന്താ ചെയ്യാൻ? ആദ്യം str1 G എടുക്കും, പിന്നെ O എടുക്കും, പിന്നെ അടുത്ത O എടുക്കും. അപ്പോൾ ഓരോന്നിലൂടെയും പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് CH in vowels വവൽസിലുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വൗ കൗണ്ടർ CH ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യും വൗ കൗണ്ടറിനെ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഓരോ പ്രാവശ്യം അതിലൂടെ പോകുമ്പോൾ നമ്മൾ വൗ കൗണ്ടറിനെ ഇൻക്രിമെൻ്റ് ചെയ്യും. പ്രിൻറ്റ് വൗ കൗണ്ടർ. A എത്ര പ്രാവശ്യം? 0 പ്രാവശ്യം. E എത്ര പ്രാവശ്യം? 0 പ്രാവശ്യം. I എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. O 3 പ്രാവശ്യം. U 0 പ്രാവശ്യം. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഗിവൺ സ്ട്രിങ്ങും കൊടുത്തു, വവൽസും കൊടുത്തു. പിന്നെ എന്താണ് നമ്മൾ ചെയ്തത്? ഇനീഷ്യലൈസ് എ ഡിക്ഷണറി വിത്ത് 5 rows. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ 5 പ്രാവശ്യം. ആദ്യം A എന്ന് പറഞ്ഞത് വൗ കൗണ്ടർ A 0 ആവും, പിന്നെ വൗ കൗണ്ടർ E 0 ആവും. അങ്ങനെ 5 റോയുള്ള ഡിക്ഷണറി ആയി. ഇത് 2 പാർട്ടായിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അടുത്ത പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ str1 ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് എടുക്കുന്നു. ആദ്യത്തെ ക്യാരക്ടർ എന്താണ്? G എടുത്തു. അപ്പോൾ G വവൽസിലുണ്ടോ? G വവൽസിലില്ല. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. G വവൽസിലില്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. പിന്നെ എന്തെടുക്കും? O എടുക്കും. O ഉള്ളപ്പോൾ വവൽസിലുണ്ടോ? വവൽസിൽ ഉണ്ട്. അതുകൊണ്ട് വൗ കൗണ്ടർ O ഉണ്ട്. വൗ കൗണ്ടർ O എന്താവും? 1 ആവും. പിന്നെ അടുത്ത O വരും. അപ്പം വൗ കൗണ്ടർ O പിന്നെ 2 ആവും. പിന്നെ D വരുമ്പോൾ ഈ ലൂപ്പിൽ കിടക്കത്തില്ല. GOOD ആയില്ലേ? ഗുഡ്. പിന്നെ STRൽ M എടുത്തു. M എടുക്കുമ്പോൾ ഇതിൽ കിടക്കത്തില്ല. പിന്നെ അടുത്ത O എടുത്തു. അപ്പോൾ CHO ആവുമ്പോൾ O വവൽസിലുണ്ടോ? ഉണ്ടായപ്പം എന്ത് ചെയ്തു? വൗ കൗണ്ടർ O പിന്നെ ഒന്നുകൂടെ കൂടി. അപ്പം O 3 ആയി. ഈ രീതിയിൽ നമ്മൾ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ ഗ്രോയിങ് ഡിക്ഷണറി എന്നാണ് ഈ സെക്ഷൻ്റെ ഹെഡിങ് കൊടുത്തത്. ഇപ്പോൾ ഇതൊരു ഗ്രോയിങ് ഡിക്ഷണറി അല്ല. നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ ആദ്യം തന്നെ ഡിക്ഷണറിയുടെ 5 എണ്ണമുള്ള സൈസായിട്ട് വെച്ചു. എനിക്ക് ഉത്തരം ഇങ്ങനെയുള്ള ഉത്തരമാണ് കുറച്ചുകൂടെ അഭികാമ്യം. എനിക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടണം എന്നിരിക്കട്ടെ. എനിക്ക് AE ഒക്കെ 0 അല്ലേ? 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇത്രയും മതി. അപ്പോൾ ഇത് ഇങ്ങനെ മതി എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ
ഈ കൗണ്ടേഴ്സ് പൈത്തണിൽ പല സ്ഥലത്തും ആവശ്യമായിട്ട് വരും. നമ്മളൊരു പുസ്തകം, ഞാൻ നിങ്ങൾക്ക് എക്സസൈസായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റായിട്ടോ ഒരു വലിയ പുസ്തകമുണ്ട്, അതിലുള്ള വാക്കുകളുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ലോകത്ത് എത്ര വാക്കുകളുണ്ട്? 10,000-60,000 വാക്കുണ്ട്. ഒരു പുസ്തകത്തിൽ ചിലപ്പോൾ 10,000-2,000 വാക്കേ ഉണ്ടാവുള്ളൂ. അപ്പം ഡിക്ഷണറി അത്രയും വലിയ 000 എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ഡിക്ഷണറി ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പ്രോഗ്രാമിന് ഒരു ചെറിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് ഒരു സ്ട്രിങ്ങിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ടാണ് വേണ്ടത്. അപ്പോൾ A മുതൽ 26 വരെ ഉണ്ട്. ഇതെല്ലാം 000 എന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ഉള്ള ക്യാരക്ടർ മാത്രം കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് എന്ത് വേണ്ടി വരും? നമുക്ക് പിന്നെ ഈ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ ഞാൻ ഗ്രോയിങ് ഡിക്ഷണറി, ഇതിൻ്റെ ആധാരം എന്താണെന്ന് വെച്ചാൽ ഡിക്ഷണറി ആദ്യം തന്നെ നമ്മളെല്ലാം കൂടെ ഇത് ചെയ്യത്തില്ല. നമ്മൾ ഓരോ ആവശ്യാനുസരണം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഡിക്ഷണറി ചെയ്യത്തുള്ളൂ. അതിൽ ഞാനിത് മൊത്തം കോപ്പി ചെയ്യാം. അതിൽ ഈ പാർട്ടില്ല. ഈ പാർട്ടിൽ നമ്മൾ ആദ്യം തന്നെ 5 റോ ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പോലെ തന്നെ ട്രാവേഴ്സ് ചെയ്യും, ലൂപ്പിലൂടെ പോവും. നേരത്തെ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, ഇത് അതേപടി തന്നെയാണ് നമുക്ക് വീണ്ടും. എന്നിട്ട് വവൽസിൽ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡിക്ഷണറി എംപ്റ്റി ആണല്ലോ, ആദ്യത്തെ തവണ ഒരു വവൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിക്ഷണറിയിൽ ഒരു എൻട്രി ഉണ്ടാക്കും. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഫ് CH നോട്ട് ഇൻ, അതാണ് ഇൻ്റെ നോട്ടിന് ഞാൻ തുടക്കത്തിലേ പഠിപ്പിച്ചത്. നോട്ട് ഇൻ വൗ കൗണ്ടർ, വേണമെങ്കിൽ വൗ കൗണ്ടർ 2 എന്ന് വിളിക്കാം, പുതിയൊരു. CH നോട്ട് ഇൻ വൗ കൗണ്ടർ 2 ഞാൻ എന്ത് ചെയ്യും? വൗ കൗണ്ടർ 2 CH ഈക്വൽ ടു 1 കൊടുക്കും. ഇത് ഒന്നുകൂടെ പറയാം. നമ്മൾ ഗുഡ് മോർണിംഗിൽ വന്നു, ആദ്യത്തെ പ്രാവശ്യം O വരുമ്പം എന്തുണ്ടാവത്തില്ല? വൗ കൗണ്ടർ 2ൽ O ഉണ്ടാവത്തില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വൗ കൗണ്ടർ 2 CH 1 ആക്കും. ഇനി രണ്ടാമത്തെ തവണ വരുമ്പോൾ ഓൾറെഡി അതിൽ 1 ഉണ്ട്, അപ്പോൾ നോട്ട് ഇൻ എന്നുള്ളത് ഫോൾസ് ആവും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എൽസ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? രണ്ടാമത്തെ തവണ വരുമ്പം വൗ കൗണ്ടർ വൗ കൗണ്ടറിന് ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? നമ്മൾ ഫോർ ലൂപ്പിൽ ഓരോ CH എടുത്തു. അപ്പോൾ ആദ്യത്തെ തവണ CH വന്നപ്പം G ആണ്, G വവൽസിലേ ഇല്ല, അപ്പോൾ ഇതിനകത്ത് കയറത്തേ ഇല്ല. പിന്നെ അടുത്ത O വരുമ്പോൾ ആദ്യത്തെ തവണ വരികയാണ്. അപ്പോൾ ആദ്യത്തെ തവണ വരുമ്പോൾ എന്താണ്? ഈ ഇഫ് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. CH നോട്ട് ഇൻ ട്രൂ ആയിരിക്കും. ആദ്യത്തെ തവണ വരുമ്പോൾ ഇത് ട്രൂ ആയിരിക്കും. ട്രൂ ആകുമ്പോൾ വൗ കൗണ്ടർ 2 CH 1 ആകും. രണ്ടാമത്തെ തവണ വരുമ്പോഴോ ഇത് ഫോൾസ് ആകും. അപ്പോൾ ഇവിടെ കയറത്തില്ല, ഇൻക്രിമെൻ്റ് ചെയ്യും. പ്രിൻറ്റ് അപ്പോൾ ഇതിനെയാണ് ഗ്രോയിങ് ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം ഇത് 2 ഇനീഷ്യലൈസ് ചെയ്തു. ആദ്യം ഡിക്ഷണറിയുടെ സൈസ് എത്രയാണ്? ഒരു എലിമെൻറ്റും ഇല്ല, എംപ്റ്റി ഡിക്ഷണറിയാണ്. ആദ്യം നമ്മൾ G വന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പിന്നെ വവലല്ലല്ലോ, പിന്നെ O എടുത്തപ്പോൾ എന്താണ്? O എന്ന് പറയുന്നൊരു വവലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നപ്പം O ഡിക്ഷണറിയിലുണ്ടോ? അത് കീ ആയിട്ടില്ല.
അതുകൊണ്ട് വൗ കൗണ്ടർ 2 ഓ എത്രയാവും 1 ആവും. അപ്പം നമ്മൾ ഡിക്ഷണറിയിൽ ഒറ്റ റോയാണ് ഉള്ളത്. വൗ കൗണ്ടർ 2 എന്ന് പറഞ്ഞിട്ട് ഓന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലിമെൻ്റ്. അടുത്ത ഓ വരുമ്പോൾ എന്താവും? ഇത് ഇൻക്രിമെൻ്റ് ചെയ്യും. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. O3 I1. ഇപ്പോൾ ഗുഡ് മോർണിംഗ് തന്നെ വേണമെന്നില്ല, വേറെ ഏത് സ്ട്രിങ്ങിനും ഇത് വർക്ക് ചെയ്യും. ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓ എത്രയായി? O4 ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. O4 E1 I1. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഇന്നും നോട്ട് ഇന്നും പഠിച്ചു ഡിക്ഷണറിയിൽ. അപ്പോൾ അത് നോക്കുന്ന എന്താണ്? കീ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ നോട്ട് ഇൻ വൗ കൗണ്ടർ 2 എന്ന് പറഞ്ഞാൽ എന്താ നോക്കുന്നത്? വൗ കൗണ്ടർ 2 എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയിൽ ഈ കീ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്തത് CH ആയിരുന്നു. CH എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം ലൂപ്പിലൂടെ പോകുമ്പം AEIOU വരും. പിന്നെ നമ്മൾ ഡിക്ഷണറിയുടെ ഒരു പൊതു സ്വഭാവമാണ് വൗ കൗണ്ടർ 2 എന്ന് പറഞ്ഞ ഒരു കീ കൊടുത്തു. ഓ ആദ്യത്തെ പ്രാവശ്യം വരിക എന്നിരിക്കട്ടെ. ഇങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല എങ്കിൽ പുതിയൊരു റോ ഡിക്ഷണറി ഉണ്ടാക്കും. പിന്നെ നമ്മൾ 2 രീതിയിൽ ഫ്രീക്വൻസി കൗണ്ടർ ചെയ്തു. ഒന്ന്, ആദ്യം എല്ലാ വവൽസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിക്ഷണറി എൻട്രി ഉണ്ടാക്കി. അപ്പോൾ 5 റോ, ഏതെണ്ണത്തിന് കൂടുതൽ 5 റോ ഉണ്ടാവും. അതത്ര എഫിഷ്യൻ്റ് അല്ല. നമ്മൾ പിന്നെ ഒരു ഗ്രോയിങ് ഡിക്ഷണറിയും കൂടെ ഉണ്ടാക്കി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.